ഇനി കണ്ണൂരിലേക്ക് സജു ദേവസ്യ ഗവൺമെൻറ് മിക്സഡ് സ്കൂളിലേക്ക് പോവുകയാണ്. കണ്ണൂർ തലാപ്പിലാണ് ഈ സ്കൂള്. ഒരു പ്രത്യേകതയുണ്ട്, റിപ്പോർട്ടർ പ്രവേശനോത്സവത്തിന് തന്നെയാണ് പോകുന്നത്. കൂടെ സ്വന്തം കുട്ടിയുമുണ്ട്. കുട്ടിയുമായി പോകുന്ന ആദ്യത്തെ 24 റിപ്പോർട്ടറായിട്ട് അദ്ദേഹം മാറുന്നു. കൺഗ്രാജുലേഷൻ സജു ദേവസ്യ. എന്തൊക്കെയാണ് വിവരങ്ങൾ? കുട്ടിയുടെ പേരും പറഞ്ഞോളൂ. ഞാൻ കണ്ണൂർ തളാപ്പിലെ ഗവൺമെൻറ് മിക്സഡ് സ്കൂളിലാണുള്ളത്. ശരിക്കും റിപ്പോർട്ടറുടെ ജോലി മാത്രമല്ല, രക്ഷിതാവിൻ്റെ ജോലി കൂടി ഏറ്റെടുത്താണ് വന്നത്. കൂടെ ആളുണ്ട്. ആളും ചെറിയൊരു മടിയൊക്കെ ഉണ്ട്, കാരണം വെക്കേഷനൊക്കെ അടിച്ചു പൊളിച്ചുകൊണ്ട് ഇവിടെ വലിയ പ്രവേശനത്തിന് വളരെ ഭംഗിയായിട്ടുള്ള വലിയ ക്രമീകരണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുട്ടികളൊക്കെ ക്ലാസ് മുറികളിലേക്ക് അവരുടെ പേരുകളൊക്കെ വിളിക്കുന്നതിന് വേണ്ടി കയറി. നമുക്ക് ആളോടുകൂടി ചോദിച്ചാലോ? അപ്പയുടെ പേര് പറയാം. പേര് പറ. പറഞ്ഞോ, പഠിക്കണ്ട, പറഞ്ഞോ, പറ. ഡാനിയൽ എന്നാണ് അവന്റെ പേര്. ഏത് ക്ലാസ്സിലേക്കാണ് പോകുന്നതെന്ന് പറയുന്നത്? പറ. യുകെജിയിലാണ് പോകുന്നത്. എന്നാ ആ ഒച്ചയിൽ തന്നെ പേരും ഒന്ന് പറഞ്ഞു കൊടുത്തേ. ഡാനിയൽ എന്നാണ് പേര്. യുകെജിയിലേക്കാണ് പോകുന്നത്. ആള് ഇപ്പൊ പുറത്ത് വയ്ക്കുമ്പോൾ ഹാപ്പിയാണ്, അകത്തേക്ക് പോകുമ്പോൾ ചെറിയൊരു മടിയൊക്കെ ഉണ്ട്. ഇവിടെ വലിയ ക്രമീകരണങ്ങളൊക്കെ ഇതാ ഇവിടെ ബാക്ക് ടു സ്കൂൾ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാ? ഇതാ കുട്ടികളൊക്കെ അവിടെ ഒരു ഹാപ്പിനെസ്സിലും സന്തോഷത്തിലും ഒക്കെയാണ്. എല്ലായിടത്തും വലിയ ആഘോഷത്തോടു കൂടിയുള്ള വലിയ രക്ഷിതാക്കളും. ശരിക്കും രക്ഷിതാക്കളാണ് ഇപ്പോൾ സ്കൂളിൽ കൂടുതൽ പോകുന്നതെന്നാണ് ഒരു പറച്ചിൽ. അതേ ഉത്തരവാദിത്തത്തിൽ തന്നെ ഞാനും വന്ന് പെട്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഒരു ഹാപ്പി സ്കൂൾ പ്രവേശനോത്സവം പറയുന്നില്ല? ഹാപ്പിയാണോ? ആണോ? പഠിക്കാനാണോ ഗെയിം കളിക്കാനാണോ ഇഷ്ടം? പഠിക്കാനാ? ആണോ? സത്യമായിട്ടും? അപ്പോൾ അങ്ങനെയൊക്കെ അവൻ പറയുന്നുണ്ട് എസ്കേൻ. അതാണ്. അപ്പോൾ ഇപ്പോൾ ഈ ക്ലാസ് മുറിയിൽ UKG ക്ലാസ് മുറിയിലാണ്. അങ്ങോട്ടേക്ക് ആക്കാം. അവിടെ കുട്ടികളെല്ലാവരും ക്ലാസ് മുറിയിൽ. ഇവിടെ വിപുലമായ പരിപാടികൾ. ജില്ലാ പ്രവേശനോത്സവം നടക്കുന്ന യഥാർത്ഥത്തിൽ ചിറ്റാരിപ്പറമ്പിലാണ്. ഇവിടെയും വിപുലമായ പരിപാടികളുണ്ട്. മാജിക് ഷോയും കുട്ടികൾക്ക് അങ്ങനെ ആദ്യത്തെ ദിവസം ഉല്ലസിക്കാനും അവർക്ക് കംഫർട്ടബിൾ ആക്കാനുള്ള എല്ലാ പരിപാടികളും വിപുലമായിട്ടുണ്ട്. അപ്പോൾ ഒരു രക്ഷിതാവിൻ്റെ ദൗത്യവും ഏറ്റെടുത്ത് ക്ലാസ് മുറിയിലാക്കാം എന്ന ധാരണയിലാണ് ഞാനും ഉള്ളത് എസ്കേ. ഓക്കെ, താങ്ക് യു സജു ദേവസ്യ. എന്തായാലും കുട്ടിക്കും എല്ലാ ആശംസകൾ, കുട്ടിയുടെ അച്ഛനും ആശംസ. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.